നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താല വെള്ളിയാങ്കല്ല റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ പാർശ്വഭിത്തിക്ക് സമീപം തീരമിടിച്ചിലുണ്ടായ പ്രദേശം വി ടി ബൽറാം MLA സന്ദർശിച്ചു. മഴയ്ക്ക് മുമ്പ് തന്നെ കഴിഞ്ഞ മെയ് മാസത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കേണ്ടതായിരുന്നുവെങ്കിലും പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങിയതിനാലാണ് അത് സാധിക്കാതെ പോയതെന്ന് MLA പറഞ്ഞു. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇറിഗേഷൻ വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അടിയന്തരമായി സ്ഥലത്തെത്തി പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും MLA പറഞ്ഞു. മഴയുടെ തീവ്രത കുറഞ്ഞാൽ ഉടൻ തന്നെ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ച് സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും MLA കൂട്ടിച്ചേർത്തു. കനത്ത മഴയെ തുടർന്ന് പാർശ്വഭിത്തിക്ക് സമീപം വീണ്ടും തീരമിടിച്ചിലുണ്ടായതോടെ റോഡും യജ്ഞേശ്വരം ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയും സമീപത്തെ വീടും അപകട ഭീഷണിയിലാണ്. കൂടുതൽ നാശനഷ്ടങ്ങൾ ഒഴിവാക്കാൻ അടിയന്തര നടപടി വേണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാണ്. വെള്ളിയാങ്കല്ലിലെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്ന പ്രവൃത്തി ഇനിയും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ കഴിഞ്ഞ മെയ് മാസത്തിന് മുമ്പ് തന്നെ വേനൽക്കാലത്ത് തന്നെ ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കേണ്ടതായിരുന്നു. പക്ഷേ ആ കാലത്ത് പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങിയത് കാരണം പിന്നീട് ഗവൺമെന്റ് മാറ്റത്തിന് ശേഷം കോൺട്രാക്ടറെ വിളിച്ചു വരുത്തി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചപ്പോഴേക്കും മഴ വന്ന് പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉടലെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള സംരക്ഷണ ഭിത്തിക്കും ബാക്കിയുള്ള സമീപ പ്രദേശങ്ങൾക്കും മണ്ണിടിച്ചു പോകുന്ന ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഞാനും പഞ്ചായത്ത് പ്രസിഡന്റും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും ഒക്കെയായിട്ട് ഇന്ന് വീണ്ടും ഇവിടെ സന്ദർശിച്ചു. ഇറിഗേഷൻ വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ അടുത്ത ദിവസം തന്നെ ഇവിടെ വീണ്ടും ഔദ്യോഗികമായി സന്ദർശിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഈ ഭാഗത്ത് ട്രാഫിക്കിന് പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അല്പം ഒന്ന് ജാഗ്രത പാലിക്കുന്നതിന് വേണ്ടി ബാരിക്കേഡ് കെട്ടി തിരിച്ചിട്ടുണ്ട്. വലിയ ബോർഡറുകളൊക്കെ ഇട്ടുകൊണ്ട് ഇതിന്റെ സംരക്ഷണ ഭിത്തി തൽക്കാലത്തേക്ക് ഈ ഒരു മൺസൂൺ സീസൺ കഴിഞ്ഞു കിട്ടുന്ന തരത്തിൽ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത്. മഴ മാറുന്ന മുറയ്ക്ക് മാത്രമാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് പുനരാരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഈ ഒരു സീസണിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു സീസൺ ആകുമ്പോഴേക്കും ഇത് പൂർണ്ണ സജ്ജമാവും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ഇതിന്റെ തുടക്കം തൊട്ട് ഇതിന്റെ കാര്യത്തിൽ ഒരുപാട് കാലതാമസം വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ ജനപ്രതിനിധിയായിരുന്ന സമയത്ത് 2018-19 കാലത്തെ പ്രളയ സമയത്താണ് ഇതിനു വേണ്ടിയുള്ള ഫണ്ട് അനുവദിക്കുകയും 2020 അതിന്റെ ഭരണാനുമതി ലഭിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ പിന്നീട് 5-6 വർഷമായിട്ട് ആ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കാൻ പോലും സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ ഒരു മഴക്കാലം കഴിഞ്ഞതിന് ശേഷം നിർമ്മാണം കൊപ്പം ആമയൂർ എരുമത്തടത്തെ ക്വാറിക്ക് സമീപത്തുള്ള മൺകൂന നീക്കം ചെയ്യാൻ ആവശ്യമായ നടപടികൾ ആരംഭിച്ചു. റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചായിരുന്നു നടപടികൾ തുടങ്ങിയത്. കൊപ്പം ആമയൂർ എരുമത്തടത്ത് പാറമടയ്ക്ക് സമീപം കൂറ്റൻ മൺകൂന അശാസ്ത്രീയമായി കൂട്ടിയിട്ട നടപടി ജില്ലാ കളക്ടറുടെ ഇടപെടൽ. സ്ഥലത്ത് അപകട സാഹചര്യത്തിൽ കൂട്ടിയിട്ട മണ്ണ് അടിയന്തരമായി നീക്കം ചെയ്യുവാൻ റവന്യൂ വകുപ്പ് പാറ ഉടമയ്ക്ക് നോട്ടീസ് നൽകി. ഇതിന് പിന്നാലെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികളും ആരംഭിച്ചു. ആമയൂർ 12-ാം വാർഡിലെ എരുമത്തടത്ത് പാറമടയ്ക്ക് സമീപം വൻ മൺകൂന ശേഖരം കൂട്ടിയിട്ടത് പ്രദേശവാസികൾക്ക് ഭീഷണി ഉയർത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം കനത്ത മഴയിൽ ഇവിടെ നിന്നുള്ള മണ്ണും ചളിവെള്ളവുമെല്ലാം സമീപത്തെ വീടുകളിലേക്ക് ഒലിച്ചിറങ്ങിയതോടെയാണ് നാട്ടുകാർ പരാതിയുമായി രംഗത്തെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്കും പരാതി ലഭിച്ചിരുന്നു. തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുവാൻ ജില്ലാ കളക്ടർ പട്ടാമ്പി തഹസിൽദാർ ടി സുജിത്തിന് നിർദ്ദേശം നൽകിയത്. തുടർന്ന് തഹസിൽദാറുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. അശാസ്ത്രീയമായി വലിയ തോതിലാണ് ഇവിടെ മൺശേഖരം കൂട്ടിയിട്ടിരിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥ സംഘം കണ്ടെത്തി. അപകട സാഹചര്യത്തിൽ നിൽക്കുന്ന മൺകൂന അടിയന്തരമായി നീക്കം ചെയ്യുവാനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ തഹസിൽദാർ പാറയുടമ അധികൃതർക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു. നിലവിൽ ഇവിടുത്തെ പ്രശ്നവും ആശങ്കകളും ജിയോളജി വകുപ്പിനെ അറിയിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. നിലവിലെ അപകടാവസ്ഥ ഒഴിവാക്കാനാവശ്യമായ നടപടികളാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നതെന്ന് തഹസിൽദാർ ടി സുജിത് ACV ന്യൂസിനോട് പറഞ്ഞു. ചോറിൽ നിന്നുള്ള ഈ മണ്ണ് ഈ ജനവാസ മേഖലയുടെ മുകളില് വളരെ അശാസ്ത്രീയമായ രീതിയിൽ തുറന്ന് കൂട്ടിയിട്ടിട്ട് താഴത്തുള്ള പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടിൽ നിന്നുള്ളൊരു പരാതി ജില്ലാ കളക്ടർക്ക് ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസറിന് റിപ്പോർട്ട് വാങ്ങുകയുണ്ടായി. ആ വില്ലേജ് ഓഫീസർ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളെ സത്യാവസ്ഥ പരിശോധിക്കുന്നതിന് മേൽപരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് താലൂക്കിലുള്ള DTമാരുടെ കൂടെ സ്ഥലപരിശോധനയ്ക്ക് വന്നതാണ്. മണ്ണ് വളരെ അപകടമായ രീതിയിൽ തന്നെ അശാസ്ത്രീയമായ രീതിയിൽ മുകളിലേക്ക് ഇങ്ങനെ ആദ്യമായ ഉയരത്തിൽ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. അപ്പൊ അത്
ഒരു എഞ്ചിനീയർമാരുടെ സഹായത്തോട് കൂടിയിട്ട് വളരെ ശാസ്ത്രീയമായിട്ട് അപകട ഭീഷണി ഇല്ലാത്ത രീതിയിൽ മണ്ണ് മാറ്റാൻ വേണ്ടിയിട്ട് ഭൂമിയുടെ ഉടമസ്ഥന് നോട്ടീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വില്ലേജ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള റിപ്പോർട്ട് ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്താണെന്നുള്ളത് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്ത് ജിയോളജി വകുപ്പിന്റെയും കൂടി അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് ഇതിന് ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള റിപ്പോർട്ട് കൊടുത്തു. ഡെപ്യൂട്ടി തഹസിൽദാർ PR മോഹനൻ, KC കൃഷ്ണകുമാർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. 6 മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ക്വാറിയുടെ പ്രവർത്തനം ആരംഭിച്ചത്. ക്വാറിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് വലിയ തോതിലുള്ള മൺകൂന ഇവിടെ രൂപപ്പെട്ടത്. മൺകൂന നിൽക്കുന്ന പ്രദേശത്ത് വലിയ തോതിലുള്ള വിള്ളലും രൂപപ്പെട്ടിട്ടുണ്ട്. മഴ ശക്തമായാൽ ഇവിടെ വലിയ മണ്ണൊലിപ്പ് തന്നെ ഉണ്ടാകുമെന്നാണ് നാട്ടുകാർ ഭയപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയായിരുന്നു നാട്ടുകാർ പരാതിയും പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ജിയോളജി വകുപ്പ് ഉൾപ്പെടെയുള്ള സംഘം അടുത്ത ദിവസം സ്ഥലം സന്ദർശിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറങ്ങോട്ടുകര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരോത്സവത്തിന്റെ ഭാഗമായുള്ള സമ്മാന കൂപ്പൺ വിതരണ ഉദ്ഘാടനം നടന്നു. ആറങ്ങോട്ടുകര വ്യാപാര ഭവനിൽ നടന്ന പരിപാടി VT ബൽറാം MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന ഓപ്പറേഷൻ തൂഫാൻ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലുള്ള വ്യാപാരി സമൂഹം പങ്കാളിയാവുന്നു എന്നത് വളരെ സന്തോഷത്തോടെയാണ് നോക്കിക്കാണുന്നതെന്നും മയക്കുമരുന്നിന്റെ ലഹരിയിൽ നിന്നും വിദ്യാർത്ഥികളും യുവസമൂഹവും ഫുട്ബോളിന്റെയും സംഗീതത്തിന്റെയും വായനയുടെയും പൊതുപ്രവർത്തനത്തിന്റെയും മറ്റ് കലാകായികപരമായ നല്ല ലഹരികളിലേക്ക് മാറി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നും MLA പറഞ്ഞു. എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഒറ്റയടിക്ക് നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാഴ്ചപ്പാടിലേക്ക് ഞാൻ എത്തിച്ചേർന്നത് അത്തരം ഇന്ററാക്ഷനിലൂടെയാണ്. നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ ദൗത്യം നിർവഹിക്കുന്നവരാണ് എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ ഈ വ്യാപാരം എന്നൊക്കെ പറയുന്നത്, കച്ചവടം എന്നൊക്കെ പറയുന്നത് നെഗറ്റീവായിട്ടുള്ള ഒരർത്ഥത്തിലാണ് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഉപയോഗിക്കുക. എല്ലാം കച്ചവടവൽക്കരണം എന്നൊക്കെ പറയുന്നത് കച്ചവടം എന്തോ മോശമാണെന്നുള്ള അർത്ഥത്തിലാണ്. കച്ചവടക്കാരാണ് സമൂഹത്തെ നയിക്കുന്നത്. അത് ഇന്നല്ല, മനുഷ്യ സമൂഹം ഉണ്ടായ ആ കാലം തൊട്ട് കച്ചവടക്കാരാണ് സാമ്പത്തിക ക്രമത്തെ നിർണ്ണയിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിൽ നിങ്ങളുടെ സംഘടനയോടൊപ്പം ജനപ്രതിനിധികളായിട്ടുള്ള ഞങ്ങളുടെയും പൂർണ്ണമായിട്ടുള്ള പിന്തുണ പറ്റാവുന്ന രീതിയിലൊക്കെയുള്ള ഇടപെടൽ ഉണ്ടാവും എന്ന് മാത്രം പ്രാഥമികമായിട്ടൊന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം ഇവിടെ 3 മാസം നീണ്ടു നിൽക്കുന്ന ഒരു വ്യാപാരോത്സവത്തിനാണ് നമ്മൾ ഇന്ന് തുടക്കം കുറിക്കുന്നത്. സ്വാഭാവികമായിട്ട് അതിൻ്റേതായിട്ടുള്ള പ്രചരണം ഈ പ്രദേശത്തൊക്കെ ഉണ്ടാവും. KVVES ആറങ്ങോട്ടുകര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജൂലൈ 11 മുതൽ ഒക്ടോബർ 10 വരെ 3 മാസങ്ങളിലായി നടത്തുന്ന വ്യാപാരോത്സവത്തിന്റെ ഭാഗമായുള്ള സമ്മാന കൂപ്പൺ വിതരണോദ്ഘാടനമാണ് നടത്തിയത്. ഇതോടനുബന്ധിച്ച് VT ബൽറാം MLAക്ക് സ്വീകരണവും 2025-26 അധ്യയന വർഷത്തിലെ SSLC +2 പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കലും അവർക്കുള്ള പഠനോപകരണ വിതരണവും ഓപ്പറേഷൻ തൂഫാൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞയും നടന്നു. നിയോജക മണ്ഡലം പ്രസിഡന്റ് KR ബാലൻ മുഖ്യപ്രഭാഷണം നടത്തി. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP വിബിലേഷ് പോസ്റ്റർ പ്രകാശനം ചെയ്തു. യൂണിറ്റ് യൂത്ത് വിംഗ് പ്രസിഡന്റ് VP നൌഫൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം KP ജിഷ, KVVES ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷബീർ ചാലിശ്ശേരി, ആറങ്ങോട്ടുകര യൂണിറ്റ് ട്രഷറർ VV പ്രശോഭ് കുമാർ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് കോർഡിനേറ്റർ അഷ്റഫ് ദേശമംഗലം, രക്ഷാധികാരി TE സക്കറിയ ഹാജി, വൈസ് പ്രസിഡന്റ് M മോഹനൻ, ജോയിന്റ് സെക്രട്ടറി PK രാമചന്ദ്രൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പട്ടാമ്പിയിൽ കർഷക സംഘം ഏരിയ സമ്മേളനം തുടങ്ങി. സമ്മേളനത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച സെമിനാറും സംഘടിപ്പിക്കും. ജില്ലാ സെക്രട്ടറി MR മുരളി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായാണ് കർഷക സംഘം പട്ടാമ്പി ഏരിയ സമ്മേളനം നടക്കുന്നത്. പ്രതിസമ്മേളനം പട്ടാമ്പി ചിത്ര ഊട്ടത്തിൽ വെച്ചാണ് നടന്നത്. രാവിലെ പതാക ഉയർത്തിയോടെ സമ്മേളനത്തിന് തുടക്കമായി. തുടർന്ന് കർഷക സംഘം ജില്ലാ സെക്രട്ടറി MR മുരളി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മലബാറിലാകെയുള്ള കർഷക പ്രസ്ഥാനങ്ങൾക്ക് കരുത്തു പകരാൻ സഹായകമായ നിലയിൽ VMSന്റെ തന്നെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ ഒരു കർഷക സമ്മേളനം നടന്നു. 34-ല് 90 വർഷങ്ങൾക്ക് മുൻപ് ആ സമ്മേളനത്തിൽ വെച്ച് VMS
പ്രസിഡന്റായി CK ഗോവിന്ദൻ നായർ സെക്രട്ടറിയുമായുള്ള കമ്മിറ്റി ഇവിടെ വെച്ച് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് 34. ആ കാലത്ത് കേരളത്തിലാകെ വടക്കേ മലബാറിൽ പ്രത്യേകിച്ചും കർഷകർ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉയർത്തിയിട്ടുള്ള വലിയ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന കാലങ്ങളിൽ പട്ടാമ്പിയിലെ അന്നത്തെ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം നികുതി ബാധ്യതയും കർഷകന്റെ വർദ്ധിച്ചു വരുന്ന കടബാധ്യതകളും ഇതിന്റെയെല്ലാം ഫലമായി ജീവിതം ദുസ്സഹമാകുന്ന കർഷകന്റെ അതിദയനീയമായ അവസ്ഥയാണ് 90 കൊല്ലം മുമ്പ് പട്ടാമ്പിയിൽ നടന്ന കർഷക സമ്മേളനത്തിൽ ചർച്ചയായത്. ഏതാണ്ട് സമാനമായ കാലത്താണ് പട്ടാമ്പി സമ്മേളനത്തിന്റെ തുടർച്ചയായി EMS-ഉം P. കൃഷ്ണപിള്ളയും AKG-യും EP ഗോപാലനും ഒക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് നേതാക്കളായ ടി ഗോപാലകൃഷ്ണൻ, ശോഭന രാജേന്ദ്ര പ്രസാദ്, ജോസ് മാത്യു, A. കൃഷ്ണകുമാർ, PM വാസുദേവൻ, U. അജയകുമാർ, N. രാജൻ, VV ദിനേശ്, MA ബക്കർ, M. നാരായണൻകുട്ടി, K. അശോകൻ, M. സുധാകരൻ, P. വിജയകുമാർ, KP രാജേന്ദ്രൻ, KT പുഷ്പലത, KV ഗംഗാധരൻ, CM നീലകണ്ഠൻ ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച കാർഷിക സെമിനാർ നടക്കും. ശങ്കരമംഗലം ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കാർഷിക സെമിനാർ നടക്കുന്നത്. വൈകുന്നേരം 4 മണിക്കാണ് സെമിനാർ. മഴക്കാലത്ത് മാത്രം സജീവമാവുന്ന വെള്ളച്ചാട്ടമുള്ള മനോഹര ഗ്രാമമുണ്ട് തൃത്താലയിൽ. തൃത്താല പഞ്ചായത്തിലെ മേഴത്തൂർ മുടവന്നൂരിലെ ഒലിയത്തുപാറ വെള്ളച്ചാട്ടമാണ് നയനമനോഹര കാഴ്ചയൊരുക്കി സന്ദർശകരുടെ മനം കവരുന്നത്. കനത്ത മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ വെള്ളച്ചാട്ടം കാണാനെത്തുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. ചെറുപാറക്കെട്ടുകൾക്കിടയിലൂടെ നുരഞ്ഞു പതഞ്ഞ താഴ്വാരത്തേക്ക് ഒഴുകിമറിയുന്ന വെള്ളച്ചാട്ടം ഒരേ സമയം കണ്ണിന് കൗതുകവും മനസ്സിന് കുളിർമയും പകരുന്ന നിത്യഹരിത കാഴ്ച കൂടിയാണ്. കാർഷിക ഗ്രാമമായ മുടവന്നൂരിലെ പച്ചപ്പട്ട് വിരിയിച്ച പാടശേഖരങ്ങളിലൂടെ വളഞ്ഞു പൊളഞ്ഞൊഴുകുന്ന തോടാണ് ഒലിയത്ത് പാറയിലെത്തി വെള്ളച്ചാട്ടമായി പരിണമിക്കുന്നത്. ശക്തമായ മഴക്കാലത്ത് മാത്രമേ മുഴുവൻ ഭംഗിയിൽ ഒലിയത്ത് പാറ വെള്ളച്ചാട്ടം ആസ്വദിക്കാനാവുകയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ മേഖലയിലെങ്ങും കനത്ത മഴ ലഭിച്ചതോടെ ഒലിയത്തുപാറ വെള്ളച്ചാട്ടവും ജലസമൃദ്ധിയിലായി. കുറ്റിക്കാടുകൾക്കിടയിലൂടെ ഒഴുകിയെത്തി പാറക്കെട്ടുകൾക്കിടയിലൂടെ ചിതറിത്തെറിച്ച് താഴ്വാരത്തേക്ക് ഒഴുകിയെത്തുന്ന ജലധാരയുടെ സൗന്ദര്യം കാണേണ്ടതു തന്നെയാണ്. സുരക്ഷിതമായി കുളിക്കാനും ചിത്രങ്ങൾ പകർത്തുവാനും സൗകര്യമുണ്ടെന്നതാണ് ഈ ജലപാതത്തിന്റെ മറ്റൊരു പ്രത്യേകത. കാട്ടുചോലയ്ക്ക് സമാനമായി തെളിഞ്ഞൊഴുകുന്ന വെള്ളത്തിന് നട്ടുച്ച നേരത്തും കോരിത്തെരിപ്പിക്കുന്ന തണുപ്പുണ്ട്. താരതമ്യേന അപകടം കുറഞ്ഞതാണ് ഒലിയത്തുംപാറ വെള്ളച്ചാട്ടം. വെള്ളമൊഴുകി പാറകൾക്ക് മുകളിൽ രൂപപ്പെട്ട വഴുക്കൻ സാധ്യത മാത്രമാണ് ഇവിടെ എത്തുന്ന സന്ദർശകർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. മേഴത്തൂർ മോസ്കോ റോഡിലെ കിഴക്കേ കോടനാട് സെന്ററിലെ മുടവന്നൂർ റോഡിലൂടെ യാത്ര ചെയ്താൽ ഒലിയത്തുംപാറ വെള്ളച്ചാട്ടത്തിലെത്താം. മഴ നിലച്ചാൽ ഏതാനും ആഴ്ചകൾക്കും തന്നെ വെള്ളച്ചാട്ടത്തിന്റെ നീരൊഴുക്കും ദുർബലമാവും. വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. മന്ത്രി KA തുളസി അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഇത്തവണത്തെ SSLC +2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ നേടിയ നെല്ലായ, വല്ലപ്പുഴ, കൊലിക്കല്ലൂർ പഞ്ചായത്തുകളിലെ വിദ്യാർത്ഥികളെയാണ് വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചത്. വല്ലപ്പുഴ ബ്രാഞ്ച് ഹാളിൽ നടന്ന അനുമോദന സദസ്സ് മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്തു. നല്ല നർത്തകരോ നല്ല ഗായകരോ അങ്ങനെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിക്കുന്ന ആളുകളൊക്കെ തന്നെ ഇന്ന് ഈ അവാർഡ് അനുമോദനം ഏറ്റുവാങ്ങുന്ന കുട്ടികളിൽ ഉണ്ടാകാം. എനിക്ക് അവരോട് പറയാനുള്ളത്, ഏത് മേഖലയിലേക്ക് പോയാലും അത് ഏത് മേഖലയാവട്ടെ ആ മേഖലയിൽ നിങ്ങളെ 100% സമർപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത് മാതാപിതാക്കളോടുള്ള സ്നേഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും 100% നിങ്ങളെ തന്നെ സമർപ്പിച്ച് അവരെ സ്നേഹിക്കാൻ കഴിയണം. ഗുരുജനങ്ങളെ ബഹുമാനിക്കുന്ന കാര്യത്തിലാണെങ്കിലും 100% മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അല്ലാതെ 100% ആത്മാർത്ഥമായി നമുക്കിത് ചെയ്യാൻ സാധിക്കണം. പഠിക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പഠിപ്പിച്ചല്ല, മറിച്ച് നമുക്ക് അറിവ് നേടണം എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയണം. അതുപോലെ തന്നെ കഷ്ടപ്പെടുമ്പോൾ അതൊരു ഭാരമായിട്ട് ഏറ്റെടുക്കാതെ അത് എൻജോയ് ചെയ്തുകൊണ്ട് ആ പഠനം നമ്മൾ ആഗ്രഹിക്കുന്നതാണ്, അറിവ് നേടുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ്. ഈ ലോകത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ നമ്മുടെ മുന്നിൽ വന്നാലും അറിവുള്ള ആളുകളെ ആർക്കും അകറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ളത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എത്രയോ നേതാക്കൾ തെളിയിച്ചിട്ടുള്ളതാണ്. ഔപചാരിക വിദ്യാഭ്യാസം മാത്രമല്ല, ഔപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസം നേടാത്ത ആളുകളും ഈ സമൂഹത്തിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ബാങ്ക് പ്രസിഡന്റ് ദാവൂദ് കളത്തിൽ അധ്യക്ഷനായിരുന്നു. മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മർക്കാർ മാരായമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ്,
ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി മൂസ പേങ്ങാട്രി, വെള്ളപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ്, കുൽക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM മുഹമ്മദ് അലി, വെള്ളപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാമ്പടം, ബാങ്ക് സെക്രട്ടറി അഷ്റഫ് അലി, ബാങ്ക് ഡയറക്ടർമാരായ വാപ്പുട്ടി മേലാടയിൽ, KMK ബാബു, മൊയ്തീൻകുട്ടി എന്ന മാനക്കളത്തിൽ, ശശിധരൻ തെക്കിലത്ത്, മുഹമ്മദ് റഫീഖ്, ഉണ്ണികൃഷ്ണൻ, റസിയ, റംലത്ത്, ഷഹീല, ബാങ്ക് വൈസ് പ്രസിഡന്റ് MT കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. അമർനാഥ്, നമ്പർ 19 വിജയകൃഷ്ണ MP, മുഹമ്മദ് നിഷാർ, നമ്പർ 14 കൊപ്പം പഞ്ചായത്തിൽ ഓണക്കാല പച്ചക്കറി ലക്ഷ്യമിട്ട് പച്ചക്കറി തൈകളുടെ വിതരണം നടത്തി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഓണത്തിന് വിഷരഹിത പച്ചക്കറി ലക്ഷ്യമിട്ടുകൊണ്ട് കൊപ്പം പഞ്ചായത്തിലെ കാർഷിക ഗ്രൂപ്പുകൾക്കും കർഷകർക്കുമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തത്. 14,000-ഓളം തൈകളാണ് പഞ്ചായത്തിൽ നൽകിയത്. ഇതിന്റെ വിതരണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് നിർവഹിച്ചു. 4 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പരിധിയിലെ പഞ്ചായത്തുകളിലെ കാർഷിക ഗ്രൂപ്പുകൾക്ക് തൈകൾ നൽകുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു. അനവധി വെല്ലുവിളികൾ നമ്മൾ നേരിട്ട് കൊണ്ടാണ് ഈ കാർഷിക രംഗത്ത് ഏതെങ്കിലും ഒരു ചെറിയ കൃഷി ചെയ്യുകയാണെങ്കിലും അത് വലിയൊരു റിസ്ക് ആയിട്ടാണ് നമുക്ക് പലപ്പോഴും അനുഭവപ്പെടുന്നത്. കാലാവസ്ഥ വ്യതിയാനായാലും അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും നമ്മുടെ വീടിൻ്റെ വളപ്പിൽ ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് പന്നിശല്യം അതിരൂക്ഷമാണ്. ഇങ്ങനെ ഇത്തരത്തിലുള്ള എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും നേരിട്ട് കൊണ്ടാണ് കർഷകർ ഇന്ന് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവരെ സഹായിക്കാനുള്ള പദ്ധതികൾ ഓരോ തരത്തിലും ഇനിയും 1-2 പ്രോജക്റ്റുകളും ബ്ലോക്ക് പഞ്ചായത്ത് ഇതിന് ഏർപ്പാട് ചെയ്യുന്നുണ്ട്. ആ പ്രോജക്റ്റുകൾ നടപ്പിലാക്കാൻ ഇനി വാഴ കന്നുകൾ വിതരണമുണ്ട്. അതുപോലെ ആ പ്രോജക്റ്റുകളെ കുറിച്ചൊക്കെ നമ്മുടെ ADA ഇവിടെ സൂചിപ്പിക്കും. ഒന്ന് പറയാനുള്ളത്, കൃത്യമായിട്ട് നമ്മളെയൊക്കെ ജനപ്രതിനിധികളായി നമ്മളെയൊക്കെ തെരഞ്ഞെടുത്തിരിക്കുന്നത്, ഞാൻ ജനപ്രതിനിധികളോട് ഒരു വാക്ക് പറയുകയാണ്, ഇത്തരം പദ്ധതികൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത്തരം സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഈ പദ്ധതികളിൽ നമ്മൾ കുറച്ചുകൂടി ഇവിടെ വന്ന് എല്ലാ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെയും വിവരം അറിയിച്ചിട്ടുണ്ട് ഗ്രൂപ്പുകളിൽ എന്നാണ്. പലരും ഒരു വിമുഖത കാണിക്കുക. ഇതൊരു വിമർശനമായിട്ട് നമ്മൾ കാണണ്ട. സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എന്ത് ആനുകൂല്യം എത്തിക്കാനുള്ള ബാധ്യത ജനപ്രതിനിധികൾക്കുണ്ട് എന്ന് വൈസ് പ്രസിഡന്റ് V അജയ് ഘോഷ്, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വൃന്ദ, കൃഷി ഓഫീസർ മേഘ, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. നന്മ അറങ്ങോട്ടുകര UAE കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മുൻ പ്രസിഡന്റ് മുഹമ്മദ് തച്ചോത്ത് ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ മൊയ്തീൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ സെക്രട്ടറി അബ്ബാസ് സ്വാഗതം പറഞ്ഞു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.